ശാന്തട്ട ഈ പി എഫ് ഐയുടെ നേതാവ് ഇ അബൂബക്കർ, ഈ പി എഫ് ഐക്കാർ ഭയങ്കര കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി, അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഡൽഹി ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷയുമായിട്ട് ചെന്നു. പക്ഷേ കോടതി എടുത്ത് ദൂരെ വെച്ചു, മാറ്റിവെച്ചു. അറിഞ്ഞായിരുന്നു അത്? അതെ അതെ. ഡൽഹി ഹൈക്കോടതി ഇ അബൂബക്കർ സംസ്ഥാന ഭാരവാഹിയാണ്. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ ഈ വെളുപ്പം കാലത്തെ 3:30 മണിക്ക് കൊണ്ടുപോയതിന് കൂട്ടത്തിലുള്ള. അതെ. അത് അദ്ദേഹത്തിന് അസുഖമാണ്, ക്യാൻസർ രോഗിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ജാമ്യാപേക്ഷ ഹൈക്കോടതി കൊടുത്തിരിക്കുന്നത്. എൻഐക്കെതിരെയുള്ള കേസ്, എന്നെ എടുത്തേക്കുന്ന കേസാണ്. ജാമ്യാപേക്ഷ കൊടുത്തിരിക്കുന്നത് ക്യാൻസർ രോഗിയാണ്, വിദഗ്ധ ചികിത്സയ്ക്ക് വെളിയിൽ പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് മാപ്പ് ആക്കി ജാമ്യം കൊടുക്കണം, കാരണം അതിനുള്ള കനിവുണ്ടാവണം. മനസ്സിലായി. കോടതി ജാമ്യം നിഷേധിച്ചു. ജാമ്യം നിഷേധിച്ചുകൊണ്ട് കഴിഞ്ഞ 29-ാം തീയതി, മെയ് 29-ാം തീയതി അത് എന്തുകൊണ്ട് ജാമ്യം നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ കോടതി അതിൻ്റെ ഡീറ്റെയിൽസ് വെച്ച് ഒരു ഓർഡറൊക്കെ ഉണ്ട്. ജാമ്യം നിഷേധിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിലിംഗ് വരും, അതിൻ്റെ ഓർഡർ. അതിൻ്റെ ഇംഗ്ലീഷിലാണല്ലോ കോടതിയിൽ നിന്ന് അത് തന്നെ. അപ്പം ഹൈക്കോടതി ഓർഡർ ഇറക്കുകയും അത് പബ്ലിക് ഡൊമിനിയൻ ആവുകയും വാർത്തയൊക്കെ വരികയും ചെയ്തു. പക്ഷേ കേരളത്തിലെ ഒറ്റ മാധ്യമങ്ങൾ ഈ വാർത്ത പ്രസിദ്ധീകരിക്കാൻ തയ്യാറായി. കേരളത്തിലെ മാധ്യമങ്ങൾ തൊട്ടിട്ടില്ല. ആരെ പറഞ്ഞോ? ജോൺ ദിവസവും പത്രം ഒരു 7 പത്രം ഈ വാർത്ത എവിടെയെങ്കിലും കണ്ടോ? വളരെ കൃത്യമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ആ വാർത്ത കൊടുത്തിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്ത, ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വാർത്ത. അപ്പം നമുക്കത് പ്രേക്ഷകരോട് നമുക്ക് അതിൻ്റെ വാർത്ത അല്ലെങ്കിൽ ആ കോടതി പറഞ്ഞ കാര്യങ്ങൾ, PFI പറയുന്ന ഒരു സംവിധാനത്തിലൂടെയാണല്ലോ ഇപ്പോഴും ഇവിടെ പോകുന്നത്. SDP ഉണ്ട്, അതിൻ്റെ പിന്തുണ മേടിക്കാൻ നിൽക്കുന്ന LDFകാരുണ്ട്, UDFകാരുണ്ട്. പിന്തുണ BJP കൊടുക്കാത്തതുകൊണ്ട് അവർ മേടിക്കുന്നില്ല, അവർക്ക് മനസ്സിലാവും. അപ്പം എന്താണ് ഈ PFI ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്, അതിൻ്റെ രാഷ്ട്രീയ സംഘടനയായിട്ടുള്ള SDP ഇവിടെ ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ള കാര്യം ഇവിടുത്തെ മാധ്യമങ്ങൾ ജനങ്ങളെ അറിയിക്കേണ്ടതാണല്ലോ. കോടതിയുടെ നിരീക്ഷണം പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദ സംഘടനയാണ്. കോടതി ഫസ്റ്റ് ലൈൻ നിരീക്ഷിച്ചു. കേരളം, തമിഴ്നാട്, ഡൽഹി, മറ്റ് സംസ്ഥാനങ്ങളിൽ വിധ്വംസ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി പണം വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ ഉള്ളിടത്തുനിന്ന് പിരിച്ച് തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ്. അതിന് കൃത്യമായ വിവരം കോടതിക്ക് ലഭിച്ചിട്ടുണ്ട്. 2047 ഇന്ത്യയിൽ ജനാധിപത്യ വ്യവസ്ഥയും ഭരണഘടനയും അട്ടിമറിച്ച് ശരിയത്ത് നേപ്പം നടപ്പാക്കാനാണ് PFI പ്രവർത്തിച്ചതെന്ന് കണ്ടെത്തി. 2047 ഇവിടുത്തെ ഭരണഘടന സമയമൊക്കെ വേണ്ട, ഇത് പെട്ടെന്ന് നോക്കൂ. അപ്പൊ അന്നേരത്തേക്ക് ഇവിടുത്തെ നിയമങ്ങളൊക്കെ ശരിയത്ത് നിയമത്തിനനുസരിച്ചൊരു ദീർഘദൃഷ്ടിയോടുകൂടി നീങ്ങിയതാണ്. ജിഹാദികളെ സംഘടിപ്പിച്ചുകൊണ്ട് 2047 അതിനു മുമ്പോ ഇസ്ലാമിക നിയമം അല്ലെങ്കിൽ ശരിയത്ത് നിയമം നടപ്പാക്കിക്കൊണ്ട് ഇന്ത്യയിൽ ഒരു ഖലഫറ്റ് സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് PFI നടത്തിയിട്ടുള്ളത്. മൂന്നാമത് നിരീക്ഷണമാണ് കോടതി. ഇതിനു വേണ്ടി അവർ അവലംബിച്ച രീതി എന്ന് പറഞ്ഞാൽ PFIയും അതിൻ്റെ സഹോദര സംഘടനകളും എന്നുവെച്ചാൽ അതിൻ്റെ ഉപസംഘടനകളൊക്കെ ഉണ്ട്. ഇതിന് വനിതാ സംഘടനയുണ്ട്, ഒത്തിരി സംഘടന. ഇത് പൊതുമധ്യത്തിൽ ഇരുന്നതെന്ന് പറഞ്ഞാൽ ജീവകാരുണ്യ പ്രവർത്തനം അവർ ഏറ്റെടുക്കുന്നത്. മനസ്സിലാവുന്നത് പ്രത്യക്ഷത്തിൽ ജീവകാരുണ്യ പ്രവർത്തനം, പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ അല്ലെങ്കിൽ പഠിക്കുന്ന അതായിട്ട് പ്രവർത്തിക്ക് ഇൻവോൾവ് ആകുന്നു. സംഘടന ഉപയോഗിച്ച് മുസ്ലിങ്ങളെ ഈ സംഘടനയിൽ കൊണ്ടുവരികയും എന്നിട്ട് അവരെ ഹിന്ദുക്കൾക്കെതിരാക്കുകയുമാണ് ആദ്യത്തെ അജണ്ട. മനസ്സിലായില്ലേ? മുസ്ലിങ്ങളെ ഹിന്ദുക്കൾക്കെതിരാക്കുക. അതിനുവേണ്ടി പറഞ്ഞു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അപകടത്തിലാണ്, വ്യാജ പ്രചരണം നടത്തും. അപകടത്തിലാവുന്നതിന് കാരണം ഹിന്ദുക്കളും ഹിന്ദു സംഘടനകളുമാണ്, അവർ മുസ്ലിങ്ങൾക്കെതിരാണ്. ഇത് അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയാണ്. കോടതി നിരീക്ഷണമാണ്. കോടതി ഇവരെ പറ്റി നിരീക്ഷണമാണ്. വ്യക്തമായ തെളിവുകൾ അനുസരിച്ച് കോടതി അത് ഇങ്ങനെ റെക്കോർഡാക്കത്തുള്ളൂ. ഇതുപോലുള്ള പ്രചരണത്തിൽ ആണ്ടുപോകുന്ന അല്ലെങ്കിൽ വിശ്വസിച്ചു പോകുന്ന, മനസ്സിലാവുന്നുണ്ട്, വിശ്വസിച്ചു പോകുന്നവർ മുസ്ലിങ്ങളെ തിരിച്ചറിഞ്ഞ് അവരെ ജിഹാദികളാക്കുന്ന, ജിഹാദി പ്രവർത്തനം അറിയാറില്ല. ജിഹാദി എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ ജിഹാദ് അങ്ങനെ പ്രവർത്തനത്തിന് ഉപയോഗിച്ചവർ പ്രവർത്തനം നടത്തുന്നു. ഇത് കോടതി നിരീക്ഷിച്ചു. സായുധ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക, മനസ്സിലായി, അവിടെ നിന്ന് വളരെ വലിയ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കുക. പിന്നെ വലിയ രീതിയിൽ ഫണ്ട് കണ്ടെത്തി ആയുധങ്ങൾ വാങ്ങി തീവ്രവാദ പ്രവർത്തനത്തിന് അത് ഉപയോഗിക്കുക. അതുകൊണ്ട് വിദേശ ഫണ്ടുകൾ വരുന്നതിനെ പറ്റി ആക്ഷേപം കേട്ടിട്ടില്ലേ? അതാണ് അതിൻ്റെ ഉദ്ദേശിക്കുന്നത്. അവിടെ ഇവിടുന്നും ഫണ്ട് കിട്ടും. വിദേശത്തു നിന്നൊക്കെ ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇതിന് കണ്ടുപോകുന്ന ഫണ്ടാണ്. കോടാനുകോടി രൂപയാണല്ലോ പല രീതിയിലുള്ള, ഈന്തപ്പഴത്തിൻ്റെ രീതിയിലും സ്വർണത്തിൻ്റെ രീതിയിലും മറ്റു പല രീതിയിലും, തട്ടുകടയുടെ രീതിയിൽ, അതുപോലെ ആക്രിക്കടയുടെ രീതിയിൽ, ഭയങ്കരമായിട്ടുള്ള സൂപ്പർ മാർക്കറ്റുകളുടെ രീതിയിൽ, സഹകരണ സംഘങ്ങളുടെ രീതിയിൽ ഫണ്ട് ഇത്
അപ്പം അത് ഹിറ്റ് സ്ക്വാഡുകൾ ഉണ്ടാക്കി ഹിന്ദു നേതാക്കളെ ടാർഗറ്റ് ചെയ്ത് കൊന്നൊടുക്കുക. ഇതാണ് അതെ. ISI ചേർത്ത് ഇനി ISIയുമായിട്ട് ചേർത്ത് അവരുടെ ഇതായിട്ട് മുന്നോട്ട് പോകും. മൂന്നാമത് ജനാധിപത്യ ഭരണ സംവിധാനം അട്ടിമറിച്ച് ശരീഅത്ത് നിയമത്തിലുള്ള ഭരണം കൊണ്ടുവരിക. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഇതായിരുന്നു ഇവരുടെ. അതുകൊണ്ട് യാതൊരു കാരണവശാലും രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഇതിൻ്റെ സംഘടനയെ നയിച്ചുകൊണ്ടിരുന്ന നേതാക്കൾക്ക് ജാമ്യം കൊടുക്കാൻ ഒക്കത്തില്ലെന്നാണ് ഇവിടുത്തെ ഡൽഹി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഇതാണ് അല്ലെങ്കിൽ ഈ രേഖയാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു രേഖ. രാജ്യത്തിൽ എത്തരത്തിലൊക്കെയാണ് ഈ സംഘടന പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്ന് ഇവിടുത്തെ പൊതുജനങ്ങളെ അറിയിക്കാനുള്ള, കോടതി പരസ്യമായിട്ട് പറഞ്ഞ കാര്യമാണ്, പൊതുജനങ്ങളെ അറിയിക്കാനുള്ള ആ സംവിധാനത്തിൽ നിന്ന് 4ാം തൂണെന്നൊക്കെയാണല്ലോ പറയുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ. ആ തൂൺ അങ്ങ് മാറി നിന്നു. കേരളത്തിൽ ഈ തൂണ് മിക്കവാറും കേരളത്തിലെ ഈ തൂണ് ഇപ്പോൾ ഈ 4ാം തൂണ് മാറിയിരിക്കുക. ഇതുപോലുള്ള വാർത്തകൾ വരുമ്പോൾ തൂണ് മാറിയിരിക്കും. പിന്നെ ഈ UP വല്ല ഇരിയോ വല്ലതും ചത്തു കിടന്നാലും അല്ലെങ്കിൽ നരേന്ദ്രമോദി എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിന്നാലും ഒക്കെ ഈ മാധ്യമങ്ങൾ ഏറ്റെടുക്കും. ഇവിടുത്തെ ഈ മാധ്യമങ്ങൾ മലയാള മനോരമ, മാതൃഭൂമി അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ഈ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം എന്തോന്ന് നമുക്കറിയത്തില്ല. കാരണം മാധ്യമപ്രവർത്തനം യാതൊരു മര്യാദയും ഇല്ലാതെ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്ത് നിന്ന് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പം നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ നമുക്ക് പരിചയമുള്ള മദനി എന്ന് പറയും. ഇവരെയൊക്കെ നമുക്ക് നേരിട്ട് പരിചയമില്ലാലും കേരളത്തിലുള്ള ആൾക്കാർ അതിന് പ്രമുഖമായിട്ടുള്ളത്. വേറെ പല സംസ്ഥാനങ്ങളിൽ നിന്ന്, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് പ്രമുഖമായ പങ്ക് വഹിച്ചിട്ടുള്ള നേതാക്കന്മാരൊക്കെ കേരളത്തിൽ നിന്നാണ് കൂടുതൽ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തത്. മദനിയെ നമുക്കറിയാമായിരുന്നല്ലോ. മദനി ഇതുപോലെ ഈ ആദ്യമേ ഇതിൻ്റെ ഒരു ഇതുപോലുള്ള സംഘടന രൂപീകരിക്കുന്നതിന് ആക്കം കൂട്ടിയ ഒരാളാണ് മദനി. കരുനാപ്പള്ളിക്കാരനാണ്. നിങ്ങളുടെ ജില്ലക്കാരനാണെന്നല്ല അറിയാമല്ലോ. അവിടുത്തെ ഒരു സംവിധാനം അറിയാമല്ലോ. ഒരു കാലത്ത് ആ പ്രദേശത്ത് വസ്തുവിൻ്റെ വില അറിയാമായിരുന്നു. ആ പ്രദേശത്ത് എത്ര രൂപ കൊടുത്തും വസ്തു മേടിച്ച് അത് ചില സമുദായത്തിൻ്റെ മാത്രം ഭാഗമാക്കി കടലോര പ്രദേശമൊക്കെ കൈക്കലാക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോവുകയായിരുന്നു. ഇപ്പം പിന്നെ അതിനൊക്കെ ഒരു കുറവ് വന്നിട്ടുണ്ട്. ഇത് തടിയൻ്റെ പ്രസി എന്ന് പറഞ്ഞാൽ കോയമ്പൂർ ബോംബ് സ്ഫോടനം ബസ് കത്തിക്കൽ കേസുമായിട്ട് ഇയാളെ പിടിച്ചപ്പോൾ എൻ്റെ മദനിക്ക് നേരിട്ട് ഇയാളെ അറിയത്തൊന്നുമില്ലല്ലോ. എൻ്റെ പ്രചോദനം മൊത്തം മദനിയാണ്. മദനിയുടെ പ്രസംഗമാണ് എന്നെ ഇത്തരത്തിലൊരു ഭീകരവാദിയാക്കിയെന്നാണ് പറഞ്ഞത്. അത് മദനിയെ കുറ്റം പറഞ്ഞല്ല, അത്രയ്ക്ക് വലിയ സ്പിരിച്വൽ അല്ലെങ്കിൽ പ്രവർത്തനം നടത്തുന്ന ആൾ. അതുപോലെ തന്നെ അതുപോലെ എത്രയോ തടിയൻ്റെ നസീർമാരെ പിടിക്കാൻ കാണും. ആ പ്രസംഗം കേട്ട് അതും പേര് നടക്കുന്ന എത്രയോ പേര് കാണും. ഞാനീ പറഞ്ഞു വന്നത് PFIക്കാർ ആയുധ പരിശീലനവും സായുധ പരിശീലനവും അല്ലെങ്കിൽ ഇതുപോലുള്ള നമ്മുടെ തലച്ചോറിനെ മാറ്റിയെടുക്കുന്ന സംവിധാനത്തിലുള്ള പ്രഭാഷണങ്ങളും ഒക്കെ നടത്തി കാണുമല്ലോ. ഈ മദനി നടത്തുന്നതിനുള്ള പ്രഭാഷണങ്ങളും അല്ലെ വർഗീയ ഇതൊക്കെ നടത്തുമ്പോഴാണല്ലോ ഈ ജിഹാദികളാക്കാൻ സാധാരണ യുവാക്കളെയും യുവതികളെയും ഒക്കെ കിട്ടുന്നത്. അത്തരത്തിലുള്ള ആൾക്കാർ വെളിയിൽ നിൽക്കുക, നേതാക്കന്മാർ മാത്രമേ പോയിട്ടുള്ളൂ. ഈ ജിഹാദിന് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള രാജ്യത്തെ 2047 അല്ലെങ്കിൽ ആ അവസ്ഥയിൽ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ജിഹാദിന് തയ്യാറാക്കി നിൽക്കുന്ന യുവാക്കൾ ഇപ്പോഴും ഇന്ത്യയിലുടനീളം ഉണ്ടാവും. അല്ലെങ്കിൽ അതും പേര് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അവർ അവിടെ എവിടെയൊക്കെ മറഞ്ഞു നിൽക്കുന്നുണ്ടാവും. കാരണം ജയിലിനെയും കോടതിയും ഒക്കെ പേടിച്ച് അല്ലെങ്കിൽ ജിഹാദിന് വീണ്ടും തയ്യാറെടുത്ത് നിൽപ്പുണ്ടാവും. അവരെ നയിക്കാൻ പറ്റുന്ന നേതാക്കന്മാരെ നോക്കി. അപ്പോഴാണ് ഞങ്ങൾക്ക് ജാമ്യം വേണമെന്ന് പറയുന്നത്. അപ്പം കോടതി കണ്ടെത്തി ഇവരെ വെളിയിൽ വിടാൻ പറ്റത്തില്ല. രാജ്യദ്രോഹ കുറ്റം ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അത്തരത്തിൽ വിടാൻ പറ്റത്തില്ല. ഇത്തരത്തിൽ ഇതുപോലുള്ള രാജ്യദ്രോഹ കുറ്റം അല്ലെ ഇന്ത്യ പോലുള്ള ജനാധിപത്യ സംവിധാനത്തിലുള്ള രാജ്യത്തെ, ഇത്രയും പ്രബുദ്ധമായ രാജ്യത്തെ, വികസിത രാജ്യത്തെ, ഒരു നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള ഒരു ഇത്തരത്തിൽ മുസ്ലിം രാജ്യമാക്കി ഇസ്ലാമിക രാജ്യമാക്കാനൊക്കെ പോകുന്ന ഒരവസ്ഥ. എന്നിട്ട് ആ വാർത്ത ഏതിൻ്റെ പേരിലായാലും കൊടുക്കാതിരിക്കുന്ന മാധ്യമങ്ങൾ അത് എത്തരത്തിൽ കാണണമെന്നാണ് അല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങളുടെ ധർമ്മം എന്താണ്? കേരളത്തിൻ്റെ പോക്കം കാണും. പ്രബുദ്ധ കേരളം, ഇന്ത്യ മഹാരാജ്യത്തിലെ ഏറ്റവും പ്രബുദ്ധമായ അല്ലെങ്കിൽ ആൾക്കാർ താമസിക്കുന്നത് സ്വയം വിശേഷിപ്പിക്കപ്പെടുകയും കേരളത്തിൽ ജനിക്കുന്നതൊക്കെ അല്ലെങ്കിൽ ജീവിക്കുന്നതൊക്കെ അഭിമാനമാണെന്ന് സ്വയം പറയുകയൊക്കെ ചെയ്യുന്ന മലയാളികൾ എന്തിൻ്റെയൊക്കെയോ ഇതിൽ അടിമപ്പെട്ടു പോയിരിക്കുന്നു. അപ്പം രാജ്യത്തിനും ലോകത്തിനും നമ്മുടെ സംസ്ഥാനത്തിനും ഒക്കെ ഗുണമല്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ അതിനെ എതിർക്കുകയും അതിനെ വെളിച്ചത്ത് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന ഒരു ഭരണവും അല്ലെങ്കിൽ ഒരു പത്രപ്രവർത്തനവും ഒക്കെ വരുന്ന കാലങ്ങളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.